അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ റമദാൻ അവസാനം മുതൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു സഹോദരിയുടെ വോയിസ് മെസ്സേജ് അവരുടെയും അവരുടെ ഭർത്താവിൻ്റെയും സമ്മതത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടി ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ കേൾക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തും എന്ന് തോന്നിയതുകൊണ്ടും ഈ വോയിസ് ഇട്ട സഹോദരിയുടെ അതേ അവസ്ഥയിലും പ്രായത്തിലും ഉള്ളവർ ഇവിടെ ഉള്ളതുകൊണ്ടും അവർക്കും ഇതൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കേൾക്കുന്നത് മനസ്സിൽ പ്രതീക്ഷയുടെ പുതിയ വെളിച്ചം തെളിയാൻ കാരണമാകുമെന്നും ഞാൻ കരുതുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ സഹോദരിയെ കൂടി ചേർക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഈ വോയിസ് കേൾക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഈ ഗ്രൂപ്പിൽ ആരും വോയിസ് മെസ്സേജ് ഒന്നും അയക്കലില്ല, ഇല്ലായിരിക്കില്ല. എനിക്ക് അറിഞ്ഞൂടെ, ഞാനിപ്പോൾ അടുത്തല്ല ജോയിൻ്റ് ആയത്. പക്ഷെ എനിക്കൊരു കാര്യം പറയാം. എൻ്റെ കുറേ എഴുതി ഇടുവാനാ ബുദ്ധിമുട്ടല്ലേ, വായിക്കാനും ബുദ്ധിമുട്ടാണ്, എഴുതിയിടാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 19 വർഷമാണ്. അപ്പോൾ ഇതുവരെ ആയിട്ട് എനിക്ക് മെൻസസിന് പ്രശ്നമായിരുന്നു. മെൻസസ് റെഡി ആവില്ല. ഒരിക്കലും ഗുളിക കഴിച്ചാൽ കറക്റ്റ് ഗുളിക ഇന്ന് രാത്രി കഴിക്കാൻ തന്നാൽ രാത്രി ഒന്ന് കഴിച്ച് കിടന്നാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് പീരീഡ് ആവും. പക്ഷെ അത് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. ഡോക്ടറെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കല, പിന്നെയും ഗുളിക തന്ന് അത് നിൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 13 ദിവസം 14 ദിവസം ചിലപ്പം 18 ദിവസം പിന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം DNC ചെയ്ത് 2 പ്രാവശ്യം DNC ചെയ്ത് ഇങ്ങനെ എല്ലാ ബുദ്ധിമുട്ടാണ് എനിക്ക് ഉണ്ടാവുക. എനിക്ക് ഒരിക്കലും മാസത്തിൽ പീരീഡ് റെഗുലറായിട്ട് വരുത്തില്ല. അപ്പോൾ മാഷാ അള്ളാ, പിന്നെ ഞാനിപ്പം നോമ്പിന് ഇക്കാൻ്റെ ഈ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ ഞാൻ കണ്ട്, യാദൃശികമായിട്ട് കണ്ട് ആ ഒക്കെ പറയുന്ന അതുപോലെ ചെയ്ത്. പക്ഷെ കഞ്ചിക്കുരു വാങ്ങിക്കൊണ്ടാച്ചിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടില്ല. അന്ന് രാവിലെ കഞ്ചിക്കുരു വാങ്ങിക്കൊണ്ടുവന്നു. രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ മാഷാ അള്ളാ എനിക്ക് മെൻസസാ കാണുന്നത്. പക്ഷെ എന്താന്ന് അറിഞ്ഞൂടെ, നെച്ചിക്കാട്ട ഔലിയാന്റെ പാപ്പാന്റെ പേർക്കുള്ള ബൈത്ത് ഞാൻ ചെല്ലലുണ്ട്, യാസീനോദിക്ക്. ഇത്ര ഒരു പെർഫെക്റ്റ് ആയ ഒരു ചാനൽ, ഇത്ര ഒരു 100% സത്യമുള്ള ഒരു കാര്യം തന്നെയൊക്കെ പറയുന്നതും നമ്മൾ ചെയ്യേണ്ടതും. എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ വോയിസ് മെസ്സേജ് വിടുന്നത്. കുറേ പറയാൻ ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട്, അല്ല എഴുതിയുടെ ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട് വോയിസ് മെസ്സേജ് തന്നെ വിടുന്നത്. ബുദ്ധിമുട്ടുന്നതിൽ ക്ഷമിക്കണം. ഞാൻ പറയാന്ന് വെച്ചാല്, നമ്മൾ ആരും കുട്ടികളില്ലാത്ത ആരും ഇക്കാൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടോ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മള് എന്ന് വെച്ചാല് നമുക്ക് ഫലം എന്ത് തന്നെയാലും പോസിറ്റീവായി കിട്ടും. മക്കളാവുന്ന എൻ്റെ പ്രതീക്ഷ. മക്കളായില്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 3 വർഷമായി മെൻസസ് ഇല്ലാത്തത്, ബ്ലീഡിങ്ങേ ഇല്ല. ചെറിയൊരു അടയാളം കാണിക്കും, ഒരു വർഷത്തിലൊരിക്കല് ഒരു അടയാളം കാണിക്കും, ഒരു ബ്രൗൺ കളർ അടയാളം മാത്രം. അത് 2-3 ദിവസം ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് അത്ര. അല്ലാണ്ട് ഇത് ഞാൻ ഒരു ഗുളിക കഴിക്കുവോ അല്ലെങ്കിൽ കാഞ്ചിക്കുരു ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോഴേക്കും എനിക്ക് മെൻസസ് സാധാരണ ഒരു സ്ത്രീകൾക്ക് എങ്ങനെ ആവുന്നുണ്ട് കറക്റ്റ്. ഇപ്പൊ റെഡി ആയിട്ടില്ല, എനിക്ക് 6 ദിവസമായി, റെഡി ആയിട്ടില്ല, എന്നാലും റെഡിയാവും എല്ലാം. എനിക്ക് എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ അങ്ങനെ പീരീഡായ ഒരു ഗുളിക കഴിക്കാണ്ട്, ഞാൻ പീരീഡായിക്ക് ഒരു ഗുളിക കഴിക്കാണ്ട് എനിക്ക് പീരീഡ് നിൽക്കുന്നു. ഇപ്പൊ ഇനിയിപ്പോ 2 ദിവസം കൊണ്ട് ഞാൻ ശുദ്ധിയാവും. മാഷാ അള്ളാ, 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായത്. 100% എന്ന് വെച്ചാൽ എനിക്ക് അത്തിരി ആത്മവിശ്വാസം. എൻ്റെ 19 വർഷത്തിന്റെ ജീവിതത്തിന്റെ ഇടക്ക് എനിക്ക് ഭയങ്കര ഇത്. എൻ്റെ കല്യാണത്തിന്റെ മുന്നേ മെൻസസ് ഉണ്ടാവുന്നു, എന്നാൽ ഇത്തിരി കുഴപ്പമില്ല. PCOD പ്രശ്നമാണ്. PCOD നല്ലോണം കൂടി, ഞാൻ നല്ല വെയിറ്റ് വെച്ച്. ഇപ്പൊ ഞാൻ 78 കിലോ ഉണ്ട്. എനിക്ക് 37 വയസ്സായി. അപ്പൊ ഇത്രയും പ്രായമായ ഞങ്ങൾക്ക് ഈ ഒരു ചികിത്സ ഇത്രയും പെട്ടെന്ന് ഫലിക്കുന്നുണ്ടെങ്കിൽ, പ്രായം കുറഞ്ഞ് ഈ ഗ്രൂപ്പിലുള്ള 22, 19, 23, 24 വയസ്സുള്ളവര് എന്ത് തന്നെയായാലും പ്രതീക്ഷ കൈവിടാണ്ട് ഇക്കാൻ്റെ ഈ ചാനൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് നമ്മൾ ജീവിച്ചാല് ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് എന്ത് തന്നെയാലും ഇതിനുള്ള ഒരു പോസിറ്റീവായ ഫലം തരും. അതെനിക്ക് 100% സത്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ആത്മവിശ്വാസം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെ ഞങ്ങളോട് സംസാരിക്കുന്നത്. ഉറപ്പായിട്ടും ആവും. ആരും ഒരു പ്രതീക്ഷയും
ഒരുത്തരും മൈനസ് മൈൻഡ് ഒരുത്തർക്കും ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഒരു മനസ്സിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആവില്ല, കുട്ടി ഉണ്ടാവില്ല എന്ന് വെച്ചാൽ പ്രായം അത്രയായി, ആവില്ല എന്ന് തന്നെ വിചാരിച്ച് ഞാൻ കുത്തിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് സ്കൂള് മാഷാണ്. ഞങ്ങൾ ഒന്നിച്ച് തന്നെയാ ജീവിതം. കല്യാണം കഴിഞ്ഞവരെ ഒന്നിച്ച് തന്നെയാ നിൽക്കുന്നത്. ഇതുവരെ ഒരു ദിവസം പോലും പ്രഗ്നന്റേ ആക്കില്ല, അബോർഷൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ എനിക്ക് ഇപ്പൊ കറക്റ്റ് മെൻസസ് ആയി. ഇനി ഇൻഷാല്ലാ എനിക്ക് കുട്ടി ഉണ്ടാവും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയിലാണ് ഞാനുള്ളത്. അതുണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞ വാക്കുകൾ സത്യമാണ്. പിന്നെ മലപ്പുറം തൃശ്ശൂരിലുള്ളവർക്ക് നമ്മളെ ലാംഗ്വേജ് വ്യത്യാസം ഉണ്ടാവും. കോഴിക്കോട് ഈ ജില്ല, ഞാൻ ഇപ്പം കോഴിക്കോടുള്ള പോലെ വർത്താനം മലപ്പുറക്കാർക്കും പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വരില്ല. നിങ്ങൾ എന്തായാലും തിരിച്ചെടുക്കണം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. പിന്നെയും പിന്നെ അസ്സലാമു അലൈക്കും. എല്ലാവരും ദുആ ചെയ്യാ. ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കാക്കും കുടുംബത്തിനും കുറച്ചും ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും ഐശ്വര്യം അല്ലാഹ് കൊടുക്കട്ടെ. ഇനിയും ഒരുപാട് ആൾ ഈ ചാനൽ കണ്ടിട്ട് കുട്ടികളില്ലാണ്ട് വിഷമിക്കുന്ന പോലെ ഈ ചാനൽ കണ്ട് അവർക്കെല്ലാം സന്തോഷം പഠിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും റബ്ബ് ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ. ഈ രണ്ടായത്ത് ഞാൻ എന്നും ഓതലുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ബർക്കത്ത് ചെയ്യും, അല്ലാഹ് തരൂ എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.